4:30. അപ്പൊ നീ ഒരു 5:30 പോരും അവിടെ നിന്ന്. 5:30 പോരും കേട്ടോ. ആ ഓക്കെ. എന്താ ഇവിടെ? എന്താടാ ഇവിടെ ഇരിക്കാൻ പാടില്ലേ? നിന്റെ ശല്യം കാരണം ഞാൻ അവിടെ നിന്ന് പോന്നു. ഇത് ബസ് സ്റ്റോപ്പാ, ഇവിടെ ഞാൻ ഇരിക്കണത്. നിനക്കെന്താ കാര്യം? ഇന്ന് ഇടി കൊണ്ടിട്ട് മതിയായില്ല, ഇപ്പോഴാണ് എണീറ്റ് പൊങ്ങി വരുന്നത്. ഓമനക്കുട്ടി ഓരോ ദിവസവും ചെറുപ്പമായിട്ട് വരികയാണല്ലോ, എന്താ ഇതിന്റെ രഹസ്യം? ഒന്ന് പോടാപ്പനെ, നിനക്കെന്താ? നീ ഇതെല്ലാം നോക്കി നടക്കണേണാ? ഓരോരുത്തരെ ഭംഗി വെക്കണതും പിടിക്കണതൊക്കെ നോക്കി നടക്കണ എന്റെ പരിപാടി? നിനക്ക് അന്ന് കിട്ടിയതൊക്കെ പോരെ, പിന്നെ എന്തിനാ നടക്കണ ഇങ്ങനെ? നീ അടുത്ത ആളുടെ കൂടി കിട്ടണ? എന്താ ഓമനക്കുട്ടി, നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ. ഓമനക്കുട്ടിയോ? ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഒരു കുളിര്. നിന്റെ കുളിര് ഞാൻ മാറ്റിത്തരാം കേട്ടോ. നീ ഇങ്ങനെ കുളിർത്തുന്ന നടന്നു കേട്ടാ, മാറ്റിത്തരാം. ഓരോ ദിവസം ഓരോ ഡ്രസ്, ഓരോ മേക്കപ്പ്, ഓരോ സ്റ്റൈല്. എന്താ ഓമനക്കുട്ടി, ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു കുളിര്. കുളിരില്ലേ? ഞാൻ ഫോട്ടാക്കി തരാടാ. ആട്ടെ, അപ്പൊ ഓമനക്കുട്ടിയുടെ ഇങ്ങോട്ടാ പോകുന്നേ? നിനക്കറിയാനാണ് അത്? ഞാൻ പോണ അറിയണ എനക്ക്? നീ ആരാണ് എല്ലാം അറിയാൻ വേണ്ടിട്ട്? നീ ഞാൻ എവിടെ പോലും പുറകെ വരുന്നതിനാടാ? ഇവന്റെ ചൊറിച്ചിട്ട് ഇപ്പൊന്നും മാറൂല. എന്താ ഇവൻ ഞാൻ എവിടെ പോയാലും അവിടെ വരും. വെറുതെ പുറകെ നട വരുന്നേ പറയണേന്. ഇവൻ ഞാൻ എന്താ ചെയ്യണ്ട? ഓമനക്കുട്ടിയല്ലേന്ന്? ഇവന്റെ ഓമനക്കുട്ടി എപ്പോഴാ ഞാൻ അയക്കണത്? പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടൻ അറിയില്ലേ? ഇതല്ലേ എന്റെ ആരാധനാ മൂർത്തി. ആരാധന മാറിക്കോ. ബ്രോഡിയെ കിടന്ന് അടി കിട്ടിയത് ഞാൻ വന്നില്ലേ, നോക്ക് മാറ്റിയത്. നിർത്ത്. ആരാണ് നിന്റെ ആരാധന? ഇനിയെങ്കിലും നീ എന്റെ പുറകെ നടക്കുന്ന നിർത്തിക്കോ, അതല്ലെങ്കിൽ മഴ നീളകളം തല്ലുമടി. പീതാംബരൻ ചേട്ടാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ അല്ലെങ്കിൽ ചൊറിച്ചിലെടുത്തെടുത്ത് എല്ലാവർക്കും ചൊറിയാൻ പറ്റും. ഓമനക്കുട്ടിയുടെ ദേഷ്യം കാണാൻ എന്തൊരു ഭംഗിയാ പീതാംബരൻ ചേട്ടാ. ഓമനക്കുട്ടി ചിരിച്ചാലും ഭംഗിയാണ്, ഓമനക്കുട്ടി ദേഷ്യപ്പെട്ടാലും ഭംഗിയാണ്. ബാക്കിയൂടെ മേടിച്ച് കിട്ടുന്നു. പെണ്ണുങ്ങളായി പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഓരോന്നെങ്കിലും വന്ന് കയറിക്കോളും മനുഷ്യന്റെ സമയങ്ങളെ. ഇന്നത്തെ ദിവസം പോക്കാണ് എനിക്ക്.